കേരളത്തിൽ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെ കോമൺ ആണ്. പലതരത്തിലുള്ള ലിവർ ഡിസീസസിനും ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടും ലിവർ ഡിസീസിൽ മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ്. എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക, ഏകദേശം എത്ര കോസ്റ്റ് ആവും, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിൻ്റെ സക്സസ് റേറ്റ് എത്രയാണ്, ആർക്കൊക്കെയാണ് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ലിവർ ഡിസീസസിനെ കുറിച്ച് പറയാം. കരളിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ കുറേ കാലം നീണ്ടു നിൽക്കും. ഇത് ലിവറിൻ്റെ ഫങ്ഷനെ ബാധിച്ച് തുടങ്ങും. ലിവറിന് നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ലിവറിൻ്റെ ജോലികൾ ലിവർ ചെയ്യുന്നത് കുറഞ്ഞു വരുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് അനുഭവപ്പെടാം. ഇത്തരത്തിലുള്ള ചില ലിവർ ഡിസീസസിൻ്റെ എക്സാമ്പിളാണ് ഒന്ന് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുള്ള ഏറ്റവും കോമൺ ഒരു കണ്ടീഷൻ ആൽക്കഹോളിക് ലിവർ ഡിസീസാണ്. ലിവറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി ഒക്കെ വൈറസ് കാരണം ഉണ്ടാകുന്ന ലിവർ ഇൻഫെക്ഷനാണ്. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ ലിവർ ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ലിവറിൻ്റെ ഫംഗ്ഷനെ സാരമായി ബാധിക്കുന്ന ഒരു കണ്ടീഷനാണിത്. ലിവർ ക്യാൻസറിലും ഫാറ്റി ലിവർ ഡിസീസ് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവസാനം ലിവർ സിറോസിസിലേക്ക് ചെന്നെത്താം. ഇത്തരത്തിലുള്ള പല അസുഖങ്ങളുണ്ട് ലിവറിനെ ബാധിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ശ്രമിക്കുന്നത്. പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവസാനത്തെ വഴി എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ലിവിങ് ഡോണറാണ്. അതായത് ലിവർ ഡൊണേറ്റ് ചെയ്യുന്നത് ജീവനുള്ള ഒരാളിൽ നിന്നാണ്. അത് റിലേറ്റീവ് ആവാം, റിലേറ്റീവ് ആവാതിരിക്കാം. പക്ഷേ ഇവർ ഹെൽത്തി ആയിരിക്കണം. ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പും ആർക്കാണോ ലിവർ കിട്ടേണ്ടത് ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ മാച്ചിങ് ആയിരിക്കണം. ടിഷ്യൂ മാച്ചിങ് ഉണ്ടാവണം. ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ വയസ്സ് 18-ൻ്റെയും 55-ൻ്റെയും ഇടയിലായിരിക്കണം. ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഡിസീസ്ഡ് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള ഒരാളുടെ ലിവർ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ കേസസിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ച ഒരാൾക്ക് അവരുടെ ലിവർ വർക്കിംഗ് ആയിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവരുടെ ലിവർ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിന് ഇവർ മുമ്പേ തന്നെ കൺസെൻറ്റ് തന്നിട്ടുണ്ടാവണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏകദേശം 80% അടുത്ത് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷനാണ്. ഇനി ഡോണറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന് റെഡി ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിന് മുമ്പേ പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള ഇവാലുവേഷനും ടെസ്റ്റുകളും റെസിപ്പിയൻറ്റിന്, അതായത് ആർക്കാണോ ലിവർ മാറ്റി വെക്കേണ്ടത് അവർ ചെയ്യേണ്ടതാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഗാസ്ട്രോ സർജൻ മാത്രം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല. ഇതൊരു മൾട്ടി പ്രൊഫഷണൽ ടീം അപ്രോച്ച് പോലെയാണ്. ഇതിൽ സർജൻ ഉണ്ടാവും, ഹെപ്പറ്റോളജിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, സോഷ്യൽ വർക്കർ ഉണ്ടാവും, ന്യൂട്രീഷനിസ്റ്റ് വേണം. പല കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് എലിജിബിൾ ആണോ എന്ന് പോലും തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മദ്യപാനം തീരെ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആദ്യം മദ്യപാനം നിർത്തണം. അതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, സൈക്കോളജിസ്റ്റിനെ കാണേണ്ടി വരും. സർജറിന് മുമ്പേയും സർജറിക്ക് ശേഷവും ഭക്ഷണശൈലിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിനൊരു ഡയറ്റീഷ്യൻ അത്യാവശ്യമാണ്. ഒരാൾ ലിവർ ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പോലും അവർക്കും പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അവർക്ക് ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങളില്ല, പ്രത്യേകിച്ച് ലിവർ ഇൻഫെക്ഷൻസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇവരുടെ ലിവറും കിഡ്നിയും ബാക്കിയുള്ള എല്ലാ ഓർഗൻസും പ്രോപ്പർലി വർക്കിംഗ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ലിവർ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള അധികം ആൾക്കാർക്കും അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിവർ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ലിവർ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിവർ ഫുള്ളായിട്ട് കൊടുത്തു എന്നല്ല. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനാണ്. അബ്ഡോമൻ്റെ റൈറ്റ് സൈഡിലാണ് ലിവർ ഉണ്ടാവുക. അതിന് രണ്ട് വലിയ ലോബുകളുണ്ട്. റൈറ്റ് ഹെപ്പാറ്റിക് ലോബും ഉണ്ട്, ലെഫ്റ്റ് ഹെപ്പാറ്റിക് ലോബും ഉണ്ട്. റൈറ്റ് ലോബ് 60% അടുത്തുണ്ടാവും, കുറച്ച് വലുതാണ്. ലെഫ്റ്റ് ലോബ് ചെറുതാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളുടെ ബോഡിയിലുള്ള മറ്റ് സ്ട്രക്ചേഴ്സ് പോലെയല്ല, ലിവറിനൊരു മാജിക്കൽ പവർ ഉണ്ട്. ഇതിന് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരാൾ ലിവർ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മുതൽ 4 മാസം കൊണ്ട് അവരുടെ ഡൊണേറ്റ് ചെയ്ത ലിവർ വീണ്ടും റീഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ മുടി, നഖമൊക്കെ വളരുന്നത് പോലെ, സ്കിന്നിലുള്ള സെൽസ് വീണ്ടും വീണ്ടും വളരുന്നത് പോലെ ലിവറിന് വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ലിവറിന് ഇങ്ങനെ റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലിവർ ഹെൽത്തി ആയിരിക്കണം. അസുഖം ബാധിച്ചിട്ടുള്ള ലിവർ, എന്തെങ്കിലും ലിവർ ഡിസീസ് ഉള്ള സിറ്റുവേഷനിൽ ലിവറിന് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോണറിൻ്റെ ബാക്കിയുള്ള റിമൈനിങ് ലിവറും ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അവരുടെ 50% ലിവർ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 50% ആവാൻ ഏകദേശം 3-4 മാസം സമയം മതിയാവും. 50% നമ്മൾ ആർക്കാണോ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ബോഡിയിൽ 50% ഹെൽത്തി ലിവർ എത്തിക്കഴിഞ്ഞാൽ ആ 50% ലിവറിന് റീജനറേറ്റ് ചെയ്യാനും 3 to 4 months മതിയാവും.
അതുകൊണ്ട് തന്നെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ രീതിയിൽ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉണ്ടെന്നല്ലാതെ ലിവർ ഡൊണേറ്റ് ചെയ്തത് കാരണം കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇനി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് 20 lakhs അതിൻ്റെ മുകളിലേക്കൊക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ അതിലും കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതൊരു മേജർ സർജറിയാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സർജറി അല്ല. ഇപ്പോഴത്തെ പുതിയ സർജിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് വളരെ സ്കിൽഡും വളരെ ഇൻട്രിക്കേറ്റുമാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. സർജറി സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ ലിവറിൻ്റെ ഭാഗം കിട്ടിയിട്ടുള്ളത് അവരുടെ ബോഡിയിലും നോർമൽ ലിവറിന് വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിന് ശേഷം ഉണ്ടാവാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് റിജക്ഷനാണ്. നമ്മളുടെ ബോഡീൻ്റെ ഭാഗമല്ല എന്നുള്ളത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മനസ്സിലാക്കിയാൽ പുറത്തുനിന്നും കൊണ്ടുവന്നിട്ടുള്ള ഫോറിൻ ബോഡി, ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിൻ്റെ കാര്യത്തിൽ ഫോറിൻ ബോഡി എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ലിവറിൻ്റെ ഭാഗമാണ്, അതിനെ റിജക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം ഇത്തരത്തിലുള്ള റിജക്ഷൻസ് കുറയ്ക്കാൻ ആർക്കാണോ സർജറി കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ പലതരത്തിലുള്ള മറ്റ് കോംപ്ലിക്കേഷൻസും നടക്കാം. നമ്മളുടെ ബോഡിയിൽ എന്ത് തരത്തിലുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാലും അതിന് റിസ്ക്കും ഉണ്ട്, സൈഡ് എഫക്ട്സും ഉണ്ട്. അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സൊക്കെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. സർജറിക്ക് ശേഷം ഉടനെ തന്നെ, അതായത് ഏർലി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ബ്ലീഡിംഗ് ആണ്, 2 ബിലിയറി ലീക്കേജസോ ബിലിയറി സ്ട്രിക്ചറൊക്കെ ഉണ്ടാവാം. ബിലിയറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ ഭാഗം തന്നെയാണ്. ലിവറിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ ബയൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉൽപ്പാദിക്കുന്ന ബയൽ ഡ്രെയിൻ ചെയ്യുന്നത് ബിലിയറി സിസ്റ്റം വഴിയാണ്. 2 ആൾക്കാരുടെ ലിവർ കൂട്ടിച്ചേർക്കുമ്പോൾ ബിലിയറി സിസ്റ്റം തുന്നിച്ചേർക്കണം. അതുപോലെ തന്നെയാണ് ഡൊണേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ലിവറിലേക്കും ബ്ലഡ് സപ്ലൈയും പോകണം. അപ്പോൾ ആർട്ടറീസിൽ പ്രശ്നങ്ങൾ വരാം, വെയിൻസിൽ പ്രശ്നങ്ങൾ വരാം, ത്രോംബോസിസ് ഉണ്ടാവാം. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഏർലി സ്റ്റേജിൽ നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും പല കാര്യങ്ങൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സർജറി കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുത്താതെ നോക്കണം. പ്രത്യേകിച്ചും ഇവർ ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. വെയിറ്റ് കൂടാതെ നോക്കേണ്ടതാണ്. വീണ്ടും ആൽക്കഹോളിസത്തിലേക്ക് പോകാതെ നോക്കണം. ഡയറ്റ് കൃത്യമായിരിക്കണം. റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ലിവർ ഫംഗ്ഷനും മറ്റ് ടെസ്റ്റുകളും ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ച് പറയാം. ഇത് 1963 ആദ്യമായി അമേരിക്കയിൽ ചെയ്തത്. കഴിഞ്ഞ 62 വർഷം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ സർജിക്കൽ ടെക്നിക്സിലും ഇമ്മ്യൂണോ സപ്രസൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആൻറ്റിവൈറൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സക്സസ് റേറ്റ് കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ഏജ്, എത്രാമത്തെ വയസ്സിലാണ് ഈ സർജറി ചെയ്തിട്ടുള്ളത്, അവരുടെ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ എന്തായിരുന്നു, എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് ലിവർ ഡിസീസ് ഉണ്ടായത്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇൻ്റർനാഷണലി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇപ്പോഴത്തെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 1 year സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 96% അടുത്താണ്. അതായത് ലിവർ ഡിസീസ് ഉണ്ടായിട്ടുള്ള 100 പേർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 96%. മറ്റ് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ 96% സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. അതുപോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നവരുടെ 5 year സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 80 to 85% ആണ്. 10 year സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 65 to 70% ആണ്. ലിവർ ഫെയിലിയറിലേക്ക് എത്തിയിട്ടുള്ള ഒരാൾക്ക് കുറച്ച് മാസങ്ങളെ ഇനി ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്ന ഒരാൾക്ക് അടുത്ത 10 വർഷം കഴിഞ്ഞാലും ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ ഓപ്ഷൻസും ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ഗാസ്ട്രോ സർജനുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഗാസ്ട്രോ ഡോക്ടർ അല്ല, പക്ഷേ ഡോഫോഡിയിൽ ഗാസ്ട്രോ ഡോക്ടേഴ്സിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. ഏതൊരു സർജറി ചെയ്യുന്നതിന് മുമ്പേ 2 or 3 ഡോക്ടേഴ്സിൻ്റെ സെക്കൻഡും തേർഡ് ഒപ്പീനിയനും എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ അത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡോഫോഡിൻ്റെ ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള പല സെലിബ്രിറ്റീസിനെയും നമുക്ക് കേരളത്തിൽ അറിയാം. നിങ്ങൾക്ക് പരിചയമുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ലിവർ ഡിസീസസിനെ കുറിച്ചും അതിന് ചെയ്യേണ്ട ടെസ്റ്റുകളെക്കുറിച്ചും ഞാൻ പല വീഡിയോസ് ഇതിനു മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ.